പർവ്വത ശിഖരം സമുദ്രനിരപ്പിൽ നിന്ന് 4488 അടി ഉയരത്തിലാണുള്ളത്. കാണുന്നത് ശിവഗംഗെ ഗുഡികോലയാണ്. മൺവിളക്കുകളിൽ നിന്നുള്ള പ്രകാശം മാത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ഉൾഭാഗം പ്രകാശിപ്പിക്കുന്നത്. ഔഷധ ഗുണങ്ങളുള്ള പ്രകൃതിദത്ത ഉറവയാണ് ഒലകല്ലു തീർത്ഥം. ഈ ഗുഹാക്ഷേത്രം ശിവഗംഗയിലെ മറ്റൊരു കൗതുക കാഴ്ച കൂടിയാണ്. ഹായ് യു, വെൽക്കം ടു മൈ ചാനൽ. സമയം 4 മണി. ഞങ്ങൾ യാത്ര പോകുന്നത് ദക്ഷിണകാശി എന്നും വിളിപ്പേരുള്ള ശിവഗംഗയിലേക്കാണ്. ഒരു ചെറിയ സാഹസികത നിറഞ്ഞ ട്രക്കിംഗ് ആണ് ഈ യാത്രയുടെ പ്രത്യേകത. അതുകൊണ്ടു തന്നെ അതിരാവിലെയാണ് യാത്രയ്ക്കായി ഞങ്ങൾ സമയം തിരഞ്ഞെടുത്തത്. ട്രാഫിക് ഇല്ലാത്തതുകൊണ്ടും ചെറിയ തണുപ്പും സുഖകരമായ യാത്രയാണ് ഞങ്ങൾക്ക് ഒരുക്കുന്നത്. കർണാടകയുടെ ഹൃദയഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബംഗളൂരുവിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെ തുംകൂർ ഹൈവേയിൽ 9 കിലോമീറ്റർ മാറിയാണ് ഈ മൗണ്ടൻ പീക്കും മറ്റത്ഭുത കാഴ്ചകളും സ്ഥിതി ചെയ്യുന്നത്. യാത്രയുടെ ഇടവേളയിൽ കണ്ട കാഴ്ചയാണിത്. ക്ഷേത്ര സംബന്ധമായ വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു. അവരുടെ വാദ്യോപകരണങ്ങളും രീതികളും നിങ്ങൾക്കും കൂടി കാണിക്കണം എന്ന് തോന്നി. പിന്നീട് അങ്ങോട്ട് സിറ്റിയിൽ നിന്ന് മാറി വിജനമായ റോഡുകളും ഇടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളും കൃഷിത്തോട്ടങ്ങളും കാണാമായിരുന്നു. പതിയെ മനോഹരമായ പർവ്വത കാഴ്ചകൾ കണ്ടു തുടങ്ങി. ഡൊപ്പാസ്പേട്ടിനു സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വത ശിഖരം സമുദ്രനിരപ്പിൽ നിന്ന് 4488 അടി ഉയരത്തിലാണുള്ളത്. കർണാടകയിൽ തന്നെ പ്രസിദ്ധമായ റോക്ക് ക്ലൈംബിങ്ങും ഇവിടെയാണുള്ളത്. ശിവലിംഗത്തിന്റെ ആകൃതിയിലുള്ള പാറയും അവിടുത്തെ ഗംഗ എന്നറിയപ്പെടുന്ന പ്രാദേശിക നദിയും ചേർന്നാണ് ശിവഗംഗ എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളെപ്പോലെ ട്രക്കിങ്ങിന് വരുന്ന സഞ്ചാരികൾ മാത്രമല്ല, ഇവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടകരും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പൂജാ സ്റ്റോറുകളും ചായക്കടകളും ഇവിടെ കാണാവുന്നതാണ്. ഈ കാണുന്നത് ശിവഗംഗെ ഗുഡികോലയാണ്. പുലർച്ചെ ട്രക്കിങ്ങിനായി വരുന്നവർ വാട്ടർ ബോട്ടിലും സ്നാക്സും കരുതണം. അതുപോലെ നല്ല കംഫർട്ടബിളായിട്ടുള്ള വസ്ത്രങ്ങളും ട്രക്കിംഗ് ഷൂവും ധരിക്കാനും മറന്നു പോകരുത്. ട്രക്കിങ്ങിനായി സാധാരണയായി അനുവദിച്ചിരിക്കുന്ന സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ്. എൻട്രി ഫീസ് ഇല്ലെങ്കിലും പാർക്കിങ്ങിനായി ഞങ്ങൾ 20 രൂപ നൽകിയിരുന്നു. ഈ കാണുന്നതാണ് പ്രവേശന കവാടം. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടതും. ആദ്യം ഈ പടികൾ കയറി വേണം പോകാൻ. പോകുന്ന വഴികളിലെല്ലാം നിറയെ അമ്പലങ്ങൾ കാണാം. ആദ്യമായി കാണുന്നത് ഗണപതിയുടെ അമ്പലമാണ്. പിന്നീട് ഈ കാണുന്നത് അന്നദാനം കൊടുക്കുന്ന സ്ഥലമാണ്. രാവിലെ ട്രക്കിങ്ങിനായി വരുന്നവർ മാത്രമായതുകൊണ്ട് ആളുകൾ കുറവാണെങ്കിലും 10 മണിയോടെ അമ്പലങ്ങൾ തുറക്കുകയും നിരവധി പേരാണ് എല്ലാ ദിവസങ്ങളിലെയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഇടതുഭാഗത്തു കാണുന്ന ഈ വഴിയിലൂടെ പോകുമ്പോൾ ആദ്യത്തെ അത്ഭുത കാഴ്ചയായ കരിങ്കല്ലിൽ നിർമ്മിച്ച വലിയൊരു നന്ദിയെ കാണാം. ഇവിടെ വരുന്നവർക്ക് പ്രകൃതിയൊരുക്കുന്ന മനോഹര കാഴ്ചകൾ മാത്രമല്ല, വിസ്മയിപ്പിക്കുന്ന ചരിത്ര സംഭവങ്ങളും ക്ഷേത്ര നിർമ്മാണ കലയുടെ സൗന്ദര്യവും അമ്പരപ്പിക്കുന്ന ക്ഷേത്ര ഐതിഹ്യങ്ങളും കൂടിയാണ്. ഇവിടുത്തെ പ്രധാന ക്ഷേത്രമായ ഗംഗാധരീശ്വര ക്ഷേത്രം ചോള രാജവംശത്തിൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ഹൊയ്സാല രാജാക്കന്മാരുടെ കാലത്ത് വിപുലീകരിക്കപ്പെട്ടു. ഇവിടുത്തെ പാറകൾ കൊണ്ടുതന്നെയാവണം ഈ നിർമ്മിതികളൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം കാണുന്നത് ഹൊന്നമ്മാദേവി ടെമ്പിളും പിന്നീട് പടികൾക്ക് മുകളിൽ കാണുന്നത് ഇവിടുത്തെ പ്രധാന ക്ഷേത്രമായ ഗംഗാധരീശ്വര ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടവുമാണ്.
ക്ഷേത്രത്തിലെ ഗംഗാധരീശ്വര വിഗ്രഹത്തിന് മുകളിൽ നെയ്യൊഴിച്ചാൽ അത് വെണ്ണയായി മാറുമെന്നും ഈ വെണ്ണയ്ക്ക് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നും ഭക്തർ വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യയെപ്പോലും തോൽപ്പിക്കും വിധമുള്ള ഈ മനുഷ്യനിർമ്മിതികൾ പഴയ രാജഭരണകാലത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നു. സുന്ദരമായ ശില്പങ്ങൾ കൊത്തിയെടുത്ത ഒരേ വലിപ്പത്തിലുള്ള കരിങ്കൽ തൂണുകളും ഈ കെട്ടിടങ്ങളും അതിനുദാഹരണങ്ങളാണ്. പുരാണ കാലഘട്ടത്തിൽ ഗംഗാദേവിയിൽ നിന്നും മഴ പെയ്യുമ്പോൾ ശാന്തനായിരിക്കാൻ ശിവൻ പർവ്വതത്തിൽ സ്ഥിരതാമസമാക്കി. അങ്ങനെ ഗംഗാധരീശ്വര ക്ഷേത്രം രൂപീകരിച്ചുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. മൺവിളക്കുകളിൽ നിന്നുള്ള പ്രകാശം മാത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം പ്രകാശിപ്പിക്കുന്നത്. നല്ല മഴയുള്ള സമയത്തോ കടുത്ത വെയിലത്തോ ഇങ്ങോട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ ഇവിടേക്കുള്ള യാത്രകൾക്കുള്ള നല്ല സമയമാണ്. ആ കാണുന്ന നന്ദി വിഗ്രഹത്തിന് ചുറ്റുമായി നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മുടെ യാത്ര 10% കഴിഞ്ഞെന്നു പറയാം. പാറകളിൽ കൊത്തിയിരിക്കുന്ന ഇങ്ങനെയുള്ള പടികളും കൈവരികളും അങ്ങിങ്ങായി കാണാം. ഇവ സുഖകരമായ യാത്രയ്ക്കും വഴിതെറ്റിപ്പോകാതിരിക്കാനും നമ്മളെ സഹായിക്കും. ആ കാണുന്ന നന്ദി വിഗ്രഹത്തിനു ചുറ്റുമായി നല്ല ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മുടെ യാത്ര ഒരു 1/4 ഭാഗം കഴിഞ്ഞെന്നു പറയാം. ഈ കൽവഴികളിലൂടെ പ്രകൃതിയെ ആസ്വദിച്ച് നടക്കുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോപ്പുകളുണ്ട്. ഫ്രൂട്ട്സ് പാനീയങ്ങളും ലഭിക്കുന്നതാണ്. രാവിലെ ആയതുകൊണ്ടാണ് ഇവ അടഞ്ഞു കിടക്കുന്നത്. മലയിലേക്ക് കയറി തുടങ്ങുമ്പോൾ താഴെയുള്ള നഗരജീവിതത്തിൻ്റെ ശബ്ദങ്ങളെയൊക്കെ പിന്നിലാക്കി പ്രകൃതിയുടെ ശബ്ദങ്ങൾ മാത്രം. അറിയാതെ മനസ്സ് വീണ്ടും പുനർജനിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഭൂമിയിലെ ഈ പച്ചപ്പും ആകാശവുമൊക്കെ കണ്ട് ആസ്വദിച്ചു പോകുമ്പോൾ പാറയിൽ തട്ടിയുണ്ടാകുന്ന ചെറിയ മുറിവുകളോ കയറ്റത്തിൻ്റെ ബുദ്ധിമുട്ടുകളോ നമ്മൾ ശ്രദ്ധിച്ചെന്നു കൂടി വരില്ല. ഈ കുന്ന് കിഴക്കുനിന്ന് നോക്കിയാൽ ഒരു കാളയുടെ രൂപത്തിലും പടിഞ്ഞാറുനിന്ന് നോക്കിയാൽ ഗണപതിയുടെ ആകൃതിയിലും വടക്കുനിന്ന് സർപ്പത്തിൻ്റെ ആകൃതിയിലും തെക്കുനിന്ന് ശിവലിംഗത്തിൻ്റെ ആകൃതിയിലുമാണ് കാണപ്പെടുന്നത്. ഇതാ ഇവിടെ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്. ശ്രീ മലയ വീരഭദ്രേശ്വര സ്വാമി ദേവസ്ഥാനം. ഇവിടെയാണ് പ്രസിദ്ധമായ ഒലകല്ലു പുണ്യതീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് പ്രവേശിക്കാനായി 5 രൂപ പ്രവേശന ഫീസായി നൽകേണ്ടതുണ്ട്. അമ്പലത്തിൻ്റെ പ്രവേശന കവാടമായ ഇവിടം വരെ മഴക്കാലത്ത് വെള്ളം എത്തി നിൽക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഒലകല്ലു തീർത്ഥം ഉള്ളത്. ഔഷധ ഗുണങ്ങളുള്ള പ്രകൃതിദത്ത ഉറവയാണ് ഒലകല്ലു തീർത്ഥം. ഭക്തരുടെ ഇടയിൽ ഈ ഉറവയുമായി ബന്ധപ്പെട്ട് പല വിശ്വാസങ്ങളാണ് ഉള്ളത്. ഈ ഉറവയിൽ നിന്ന് വെള്ളം ലഭിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം തീർച്ചയായും നടക്കുമെന്നും വെള്ളം ലഭിച്ചില്ല എങ്കിൽ നടക്കില്ല എന്നും ഭക്തർ വിശ്വസിക്കുന്നു.
പുണ്യം ചെയ്ത ജനങ്ങൾക്കു മാത്രമേ വെള്ളം ഉറവയിൽ നിന്നു ലഭിക്കൂ എന്നുള്ള മറ്റൊരു വിശ്വാസം കൂടി ഭക്തരുടെ ഇടയിലുണ്ട്. ഈ ഗുഹാക്ഷേത്രം ശിവഗംഗയിലെ മറ്റൊരു കൗതുക കാഴ്ച കൂടിയാണ്. അടുത്തതായി കാണാൻ പോകുന്നത് ഗംഗാ പരമേശ്വര ടെമ്പിളാണ്. ഇതാണ് കുംഭാവതി തീർത്ഥം. ഈ പുണ്യതീർത്ഥത്തിൽ നിന്നാണ് ഇവിടുത്തെ എല്ലാ ക്ഷേത്രത്തിലേക്കുമുള്ള പൂജകൾക്ക് വേണ്ടിയുള്ള ജലം കൊണ്ടുപോകുന്നത്. സാഹസികതയും കൗതുകങ്ങളും നിറഞ്ഞ ശിവഗംഗയിലെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. പ്രാണദീപം ശിവം ശിവം ഭജെ മഞ്ജുനാഥം ശിവം.